ഇത് വന്നു കഴിഞ്ഞ 95% ആളുകളും മരിക്കും എന്നുള്ളതാണ്. നമുക്ക് ഇത്രയും ഡേഞ്ചർ ആയിട്ടുള്ള സാധനം നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ നല്ല സുഖമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഡോക്ടർ മുഹമ്മദ് ഷിബിലിയാണ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഇപ്പം നിങ്ങൾ ന്യൂസിലൊക്കെ ഒരുപാട് കണ്ടൊരു വിഷയമാണ്. ഒരു അമീബ, അത് നമ്മുടെ തലച്ചോറിന് തിന്നുന്ന ഒരു അമീബനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ അമീബനെ കുറിച്ചാണ് പറയുന്നത്. ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇത് വന്നു കഴിഞ്ഞ 95% ആളുകളും മരിക്കും എന്നുള്ളതാണ്. അത്രക്കും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സാധനമാണിത്. അപ്പോൾ വരാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് നമുക്കതിന് ഏറ്റവും ചെയ്യാൻ പറ്റിയത്. ഇതെന്താണ് സാധനം? ഒരു അമീബയാണ്. നമ്മൾ വെള്ളത്തിലൊക്കെ കാണപ്പെടുന്ന നെഗ്ലേറിയ ഫൗലേറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമീബയാണ്. ഇത് നമ്മൾ തലച്ചോറിലേക്ക് എത്തിയിട്ട് അത് അമീബിക് മെനിഞ്ചൈറ്റിസ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ തലച്ചോറിലേക്ക് എത്തുന്നതെന്നറിയോ? നമ്മൾ ഈ വെള്ളത്തിൽ കാണപ്പെടുന്ന അമീബ, നമ്മൾ വെള്ളത്തിൽ കുളിക്കുക, അതിലേക്ക് ഇറങ്ങി മുങ്ങി കുളിക്കുക, അതല്ലെങ്കിൽ ആ വെള്ളം കൊണ്ട് നമ്മൾ മൂക്കൊക്കെ കഴുകുക, മൂക്കിന്റെ അകത്തേക്ക് വെള്ളം കയറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുക. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ മൂക്കിലേക്ക് കയറുന്ന ഈ അമീബ നമ്മുടെ മണം നമ്മളെ ബ്രെയിനിലേക്ക് എത്തിക്കുന്ന ഒരു നരമ്പുണ്ട്, ഓൾ ഫാക്ടറി നെർവ് എന്നാണ് പറയാം. ആ നരമ്പിലൂടെ കയറിയിട്ട് അതങ്ങനെ കയറി പോയി എന്ത് ചെയ്യും? നമ്മളെ ബ്രെയിനിലേക്ക് എത്തും. നമ്മളെ ബ്രെയിനിന്റെ പുറത്തുള്ള ഒരു പാളിയുണ്ട്, മെനിഞ്ചസ് എന്ന് പറഞ്ഞിട്ട്. ആ പാളിയിൽ നീർക്കെട്ടുണ്ടാക്കും. ആ നീർക്കെട്ട് ഉണ്ടാക്കി അവിടുത്തെ നമ്മളെ ബ്രെയിനിന്റെ ടിഷ്യൂസിനെ മൊത്തമായിട്ട് നശിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാലുണ്ടാകുന്ന ലക്ഷണങ്ങളോട് നിങ്ങൾ അറിഞ്ഞിരിക്കുക. നമ്മുടെ ശരീരത്തിലേക്ക് ഇത് കയറി 2 മുതൽ 7 ദിവസം കഴിഞ്ഞിട്ടാണ് ഇതിന്റെ ലക്ഷണങ്ങളൊക്കെ ശരീരം കാണിക്കുക. പ്രധാനമായിട്ടും ഒരു പനിയായിട്ട്, തലവേദനയായിട്ട്, ഒരു ഛർദി, ഓക്കാനൊക്കെ ആയിട്ട് പറയും ആള്. പിന്നെ കഴുത്തിനൊരു സ്റ്റിഫ്നെസ്, നമുക്ക് കഴുത്ത് തിരിക്കാനൊക്കെ ബുദ്ധിമുട്ട്, ഭയങ്കര സ്റ്റിഫായിട്ട് നിൽക്കുക, നെക്ക് സ്റ്റിഫ്നെസ് എന്നാണ് തന്നെ പറയാം. നമുക്ക് ഇത്രയും ഡേഞ്ചർ ആയിട്ടുള്ള സാധനം നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ നല്ല സുഖമാണ്. ഇത് വലിയ ഭയങ്കര സ്പ്രെഡായിട്ട് കൊറോണ പോലെ ഒന്നും സ്പ്രെഡ് ആവുന്ന ഒരു വിഷയമല്ല. നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് വരാൻ നോക്കാം. പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികളെയാണ്. കുട്ടികൾക്കാണ് അധികം വരുന്നത്. കാരണം കുട്ടികൾ ഈ മഴക്കാലമൊക്കെ ആയി കുട്ടികൾ ഈ വെള്ളത്തിൽ പോയി ചാടും. അപ്പോൾ നമ്മൾ നോക്കണം ആ കുളത്തിൽ ഒഴുക്കുണ്ടോ എന്നുള്ളത്. കുളത്തിൽ ഒഴുക്കില്ലാത്ത കുളത്തിലാണ് ഇത് വരാനുള്ള കൂടുതൽ സാധ്യത ഉള്ളത്. അപ്പോൾ ഒഴുക്കുള്ള കുളത്തിൽ മാത്രം എന്ത് ചെയ്യുക, കുട്ടികൾക്ക് വിടുക. അതല്ല ഒഴുക്കില്ലാത്ത കുളമാണെങ്കിൽ അവിടേക്ക് വിടരുത്. പിന്നെ ഇനി ഒഴുക്കുള്ള കുളത്തിലാണെങ്കിലും കുട്ടികൾക്ക് നോസ് ക്ലിപ്പ് മേടിച്ചു കൊടുക്കുക. മൂക്കിന് ക്ലിപ്പ് ഇടാൻ പറ്റും. നമുക്ക് ഈ ഫോട്ടോയിൽ കാണുന്ന സാധനം, ഈ ക്ലിപ്പ് ഇട്ടിട്ട് കുട്ടികൾ എന്ത് ചെയ്യട്ടെ, വെള്ളത്തിലൊക്കെ ഇറങ്ങിയോട്ടെ, പ്രശ്നമില്ല. മൂക്കിലേക്ക് വെള്ളം കയറില്ലല്ലോ. എന്നാലും ഒഴുക്കില്ലാത്ത വെള്ളത്തിലല്ല ടൈം പറയുന്നത്. ഒഴുക്കുള്ള വെള്ളത്തിൽ ആണെങ്കിൽ കുളിക്കുന്നത് എന്ത് ചെയ്യാം, ഈ നോസ് ക്ലിപ്പ് ഇട്ട് കൊടുത്തിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ നോസ് ക്ലിപ്പ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടില്ലെങ്കിലും മൂക്ക് മുങ്ങുന്ന സമയത്ത് മൂക്ക് ഇങ്ങനെ പൊത്തി പിടിച്ചിട്ടെങ്കിലും മുങ്ങാൻ വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ പോവുകയാണെങ്കിൽ ആ സ്വിമ്മിംഗ് പൂൾ പ്രോപ്പറായിട്ട് ക്ലോറിനേറ്റഡ് ആണെന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തണം. അതായത് ബ്ലീച്ചിങ് പൗഡർ ഒക്കെ ഇട്ടിട്ട് നല്ല വൃത്തിയാക്കിയ സ്വിമ്മിംഗ് പൂളിൽ മാത്രം പോകാം.